ഹലോ ഫ്രണ്ട്സ്, മൊബൈൽ ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ മൊബൈലിൽ നിന്ന് നമുക്ക് എങ്ങനെ നല്ല ക്ലിയറുള്ള ഫോട്ടോസും അതുപോലെ വീഡിയോസും എടുക്കാമെന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ പേര് camera എന്നാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ഓപ്പൺ ആയി വരിക. അപ്പോൾ അതിൻ്റെ അടിയിലായിട്ട് നമുക്ക് വലത് സൈഡിലൊരു ഫയലിൻ്റെ ചിഹ്നം കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഇൻ്റർഫേസ് ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് മുകളിലുള്ള സെർച്ച് ബാറിൽ നമ്മുടെ മൊബൈൽ ഏതാണോ അത് സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റേത് പോക്കോ X3 ആണ്, അതുകൊണ്ട് ഞാൻ പോക്കോ X3 എന്ന് സെർച്ച് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം പോക്കോ X3 NFC, അതുപോലെ തന്നെ പോക്കോ X3 Pro എന്ന് പറഞ്ഞ് നമുക്ക് കാണാം. അപ്പോൾ ഇതിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നത് പോക്കോ X3 NFC ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പരസ്യം വരുന്നതായിരിക്കും. അതിനുശേഷം നമ്മുടെ ഇവിടെ ആൻഡ്രോയിഡ് 10.0 എന്ന് പറഞ്ഞ് ഇത് ഡൗൺലോഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഡൗൺലോഡ് ആവുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഇത് ഞാൻ ഒരു പ്രാവശ്യം ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചതായിരുന്നു. അപ്പോൾ നിങ്ങൾക്കിത് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക, എങ്ങനെയാണ് ഇത് എനേബിൾ ചെയ്യുക എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിത് അൺഇൻസ്റ്റാൾ ചെയ്ത് ഒന്നുകൂടി റീഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് മുഴുവനായും ഡൗൺലോഡ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക, ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള. അപ്പോൾ നമ്മളത് ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ സെറ്റിങ്സിലേക്ക് പോകാനായിട്ട് പറയും. അത് പെർമിഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനാണ്. അപ്പോൾ നമ്മൾ സെറ്റിങ്സിൽ പോയി ഇവിടെ പെർമിഷൻ എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ ഇത് ഓക്കെ കൊടുക്കാനുള്ളൊരു ബട്ടൺ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ബാക്കിലേക്ക് പോവുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്യാമറ ആപ്ലിക്കേഷൻ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. അത് നമുക്ക് ഇപ്പോൾ ഇതിലേക്ക് പുതിയൊരു ക്യാമറ ആപ്ലിക്കേഷൻ നമ്മൾക്ക് അവർ തരുന്നതാണ്. അപ്പോൾ ഈ ക്യാമറ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഫോട്ടോസും വീഡിയോസും എടുക്കേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് ക്ലിയറുള്ള ഫോട്ടോസും വീഡിയോസും ലഭിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.